ഈ കാലത്ത് റെലവൻ്റായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു കൾച്ചറും കൂടി ഇങ്ങനെ കയറി വരുന്നു എന്നുള്ളതാണ്. വലിയൊരു ശതമാനം ആളുകളും എത്രയാണോ വേണ്ടത്, ആ നിമിഷത്തിൽ എത്ര എമൗണ്ട് വേണോ അത് ക്രെഡിറ്റ് കാർഡിലൂടെ അവൈലബിൾ ആവുന്ന, അതായത് ഏകദേശം ഒരു കോമൺ മാന് ആവശ്യമുള്ള എമൗണ്ട് അതിൽ നിന്ന് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കിട്ടും. എന്നിട്ട് അതിലേക്ക് പിന്നീട് റീഫിൽ ചെയ്യുന്ന രൂപത്തിൽ ഉള്ളൊരു കൾച്ചർ ഇങ്ങനെ വളരെ അധികം ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതും യഥാർത്ഥത്തിൽ വലിയൊരു ട്രാപ്പാണ്. വലിയ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളും ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകൾ വെച്ച് ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരു ക്രെഡിറ്റ് കാർഡിലേക്ക് ഫില്ല് ചെയ്ത് അങ്ങനെയൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്യുന്ന ചില ആളുകളൊക്കെ പറയാറുണ്ട്, അവന് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഫണ്ട് റോൾ ചെയ്യുന്നതിൽ എക്സ്പേർട്ടാണ് എന്നത് വലിയൊരു വലിയൊരു ബഹുമതിയായിട്ടോ അല്ലെങ്കിൽ വലിയൊരു കാര്യമായി പറയുന്ന ഒരു സ്ഥിതി ഈ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡ് മാനേജ്മെന്റ് എന്നൊരു കോഴ്സ് തന്നെ വന്നേക്കും. ഓക്കെ, ഇത് കുറേയധികം കണ്ടൻറ്റുകൾ യൂട്യൂബിലൊക്കെ അത് റിലേറ്റ് ചെയ്ത് കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ടോട്ടലി അയാളുടെ ക്യാഷ് ഫ്ലോ നോക്കുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ നെറ്റ്വർത്ത് എറോഡഡ് ആയിട്ട് നെഗറ്റീവായിട്ട് കിടക്കുന്നു എന്നത് എന്തെങ്കിലും ഒരു ദിവസം ഇത് സെറ്റിൽ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഒരു എൻഡിങ് പോയിൻ്റ് ഉണ്ടാവുമല്ലോ, അറ്റ്ലീസ്റ്റ് ആ വ്യക്തി മരിക്കെങ്കിലും ചെയ്യുമല്ലോ, ആ സമയത്ത് ഇൻക്രെഡിറ്റ് ആയിരിക്കും എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഇത് ടോട്ടൽ എക്കണോമിക്ക് തന്നെ നെഗറ്റീവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്.